യെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 50 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പോർഷൻസ് ഇതായിരുന്നു. യോശുവ 10 മുതൽ 13 വരെയും ലൂക്കോസ് 6-ാം അധ്യായത്തിൽ നിന്നുമായിരുന്നു ഇതിൽ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാവുന്ന ഒരു ആഹാര സാധനം എന്തെന്നുള്ളതായിരുന്നു. ഉത്തരം കാഴ്ചയപ്പം. ലൂക്കോസ് 6:4 ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 5 പേർ എന്നർത്ഥം വരുന്ന ഒരു പദം ഏത് എന്നുള്ളതായിരുന്നു. ഉത്തരം ഐവർ എന്നുള്ളതാണ്. യോശുവ 10:17 ഉത്തരം കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഒരു ആയുധം കൊണ്ട് മരണം സംഭവിച്ചവരെക്കാൾ ഒരു ബാധയാൽ മരണമടഞ്ഞവർ നിരവധിയായിരുന്നു. ആയുധവും ബാധയും ഏവ എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം വാൾ, ബാധ കൽമഴ. യോശുവ 10:11 ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. നാലാമത്തെ ചോദ്യം, പ്രാദേശിക ഭരണകർത്താക്കന്മാർ എന്നർത്ഥം വരുന്ന ഒരു പദം ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രമേ കാണുവാൻ സാധിക്കൂ. ഏതാണത് എന്നുള്ളതായിരുന്നു. ഉത്തരം തദ്ദേശ രാജാക്കന്മാർ എന്നുള്ളതാണ്. യോശുവ 12:1 ഉത്തരം കാണാൻ പറ്റുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ നിയമ പാഠഭാഗത്ത് ഒരേ പേരുള്ള 2 പേർ ഒരേ വാക്യത്തിലുണ്ട്. ആരെല്ലാം എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം പേര് യൂദ, യാക്കോബിന്റെ സഹോദരൻ യൂദ, അതുപോലെ ഇസ്കരിയോത്ത് യൂദ. ലൂക്കോസ് 6:16 ഈ ഉത്തരങ്ങൾ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം കൺഫ്യൂഷൻ ഇല്ലാന്ന് കരുതുന്നു. ഇത് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻ പറയുന്നു, യോശുവ 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളും ലൂക്കോസ് 7-ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും അടുത്ത 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് തയ്യാറായിക്കോളൂ. നമുക്ക് അടുത്ത ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.